ഗൈസ്, ജാനകി ജാനി നമ്മുടെ സീതാദേവി. ജാനകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സീതാദേവിയാണ്. 30 കോടി ദേവതകളുള്ള നമുക്ക് നമ്മുടെ ദൈവങ്ങൾ, രഞ്ജി മണിക്കൂർ പറഞ്ഞിരുന്നു, 30 കോടി ദൈവങ്ങളുള്ള നമ്മൾ ഒരു സിനിമയ്ക്ക് പേരിടുമ്പോൾ വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആൾ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, 30 കോടി എന്ന് പറയാം, എന്ത് പേരിടുന്ന ചിന്തിക്കണം കേട്ടോ. പിന്നെ ആൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്പർ ഇടാൻ ക്യാരക്ടറിന് ആളുകളുടെ പേരുണ്ടല്ലോ നമ്പറാക്കാൻ. അത് നല്ല ആശയമല്ലേ? എവിടേക്കാണോ നമ്മുടെ നാട് പോകുന്നത്. പണ്ട് സീത എന്ന് പറഞ്ഞൊരു പടം തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, കൊല്ലങ്ങൾക്ക് മുമ്പ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ. അപ്പോൾ ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള ഓരോരോ തടസ്സങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 96 വെട്ട് മാറിയിട്ടുണ്ട്, ഒറ്റ വെട്ടൊക്കെ ആക്കിയിട്ടുണ്ട്. സീതാദേവിയുടെ ജാനകി എന്ന് പറഞ്ഞ സമയം മ്യൂട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് സെൻസർ ബോർഡ് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏരിയ സ്പീച്ച് പോകുന്ന ഏരിയയിൽ മ്യൂട്ടടിക്കാൻ. അപ്പോൾ എന്തോരം മ്യൂട്ടടിക്കണം. ഇതിൽ ഓൾറെഡി ട്രെയിലറും അതുപോലെ തന്നെ ടീച്ചറൊക്കെ ഇറങ്ങി എത്ര പേര് കണ്ടതാ. അതിൽ തന്നെ ഒരുപാട് ഭാഗങ്ങൾ കണക്റ്റായി വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് മ്യൂട്ടടിക്കാൻ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. ഇപ്പോൾ ഡിജിറ്റൽ യുഗമല്ലേ, അതൊക്കെ നടക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പടത്തിൻ്റെ പേര് പറയുന്നുണ്ടല്ലോ, നമ്മുടെ പത്മാവതി എന്നൊരു പടത്തിൻ്റെ പേര്, അങ്ങനെ പത്മാവതി എന്ന പടത്തിൻ്റെ പേര് പത്മാവെന്ന് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഡിജിറ്റൽ യുഗമല്ലേ, അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. സബ് ടൈറ്റിൽ പറ്റില്ല, സബ് ടൈറ്റിലും പറ്റില്ല എന്നാണ് പറയുന്നത്. എന്താണ് കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ചോദ്യം ചെയ്യല്ലേ സുഹൃത്തുക്കളെ. അതുപോലെ നമ്മുടെ ഹരീഷ് വാസുദേവൻ, അവള് വിവരാവകാശ കമ്മീഷന് ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്, ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ആൺ പെൺ ദൈവങ്ങളുടെ ലിസ്റ്റ് വേണമെന്ന്. ആളൊരു പടം എടുക്കാൻ പോവാണ്. അപ്പോൾ പേരിടണ്ടേ, ക്യാരക്ടറിന് പേര് കൊടുക്കണ്ടേ. അപ്പോൾ ആൺ പെൺ ദൈവങ്ങളുടെ ലിസ്റ്റ് വേണം വെച്ച് കഴിഞ്ഞാൽ ആ പേര് മാറ്റല്ല. ആള് സിനിമയിൽ ഒരു കഥാപാത്രമുണ്ട് പീഡനത്തിന് ഇരയാവുന്നത്. ആ പെണ്ണിന് എന്ത് പേര് കൊടുക്കാം? ആൾ ചോദിക്കുന്ന കാര്യം വളരെ കറക്റ്റാണ്. കാരണം ഇത് പടം എടുത്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ പിന്നെ പോകണ്ടല്ലോ. അപ്പോൾ ആ പെൺ ദൈവങ്ങളുടെ ലിസ്റ്റ് വേണം തൻ്റെ സിനിമയിൽ പേരിടുമ്പോൾ അത് ആയും തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഭയങ്കര സമയമാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് രഞ്ജി പണിക്കർ വന്ന് പറഞ്ഞിരുന്നു, ഹരീഷ്, ഇത്ര പ്രശ്നങ്ങളിലൂടെ ഉണ്ടായിട്ടും ഇത്രയധികം ചർച്ചകൾ നടക്കുമ്പോൾ ഒരു കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈ സിനിമയുടെ നായകൻ, എൻ്റെ തൊഴിൽ സിനിമയാണ്, അതെനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് കേന്ദ്രമന്ത്രിയായി നമ്മുടെ സുരേഷ് ഏട്ടൻ ഇതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞു കേട്ടോ. കാരണം ആൾ പെട്ടുപോയി. ആളും നിൽക്കുന്ന പ്രസ്ഥാനം അതാണ്. അവിടെ എന്തെങ്കിലും പറഞ്ഞാൽ ആൾക്കിട്ട് പണിയാണ്. പക്ഷെ നട്ടല് അതില്ലാതെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം, ആലപ്പുഴ സെക്രട്ടറിയാണ് ശിവപ്രസാദ്. ആൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നിർമ്മാല ഇറങ്ങിയ നാടാ MT വാസുദേവൻ നായരുടെ കഥ, തിരക്കഥ, സംഭാഷണ സംവിധാനമൊക്കെ ആൾ തന്നെ. അത് ഇറങ്ങിയ നാടാണ് നമ്മുടെ. വയലാറ് പാടിയ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, ആ പാടിയ നാടാണ് നമ്മുടെ. കൊല്ലങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ ജനങ്ങൾ 2025 നിൽക്കുമ്പോൾ ജനങ്ങളുടെ ചിന്താഗതിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഒരു സെൻസർ ബോർഡ് ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട് കുറച്ച്. പല രീതിയിൽ ഹൈക്കോടതിയിലൊക്കെ ഭയങ്കര രൂക്ഷമായ വിമർശനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആ മക്കൾ ഇതൊക്കെ ചിന്തിച്ച് പുറത്തു വരണം. സുരേഷ് ഗോപി ചേട്ടാ, നിങ്ങളുടെ നട്ടല് കാണിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ പടമാണ്, നിങ്ങളൊന്ന് വായനക്കണം. ഇതുവരെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു. ഇപ്പോൾ പല പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് സുരേഷ് ഗോപി മിണ്ടാതിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ ഇത് പറഞ്ഞ ആളുകൾ എയർലേറ്റും. അത് യാതൊരു സംശയമില്ല. ഈ പടത്തിൻ്റെ പേര് ഹിന്ദുക്കൾക്ക് മാത്രമാണ്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ നമ്മളെ പടങ്ങൾ, എത്ര പടങ്ങളിൽ മുഹമ്മദ് എന്നുള്ള ക്യാരക്ടർ കണ്ടിട്ടുണ്ട്. അതൊരു മുസ്ലിം ദൈവത്തിൻ്റെ അനുകൂലമായിട്ടില്ല. മുഹമ്മദ് നബി, മുഹമ്മദ് ഈശോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനാണ് മോഹൻലാലിൻ്റെ ഒരു പടത്തിൽ. പൃഥ്വിരാജിൻ്റെ ഒരു ക്യാരക്ടറിന് വരും ഈശോ, ബ്രോഡ് അടിയിൽ. അപ്പോൾ അതൊക്കെ വലിയ സംഭവങ്ങളല്ലേ. ഇപ്പോൾ എടുത്തിട്ടെങ്കിൽ ലൂസിഫർ എന്ന പടത്തിൽ, എമ്പുരാൻ എന്ന പടത്തിലൊക്കെ ഈ വിഷയങ്ങളുണ്ടായിരുന്നു. ഇസ്രായേൽ അത് വെച്ച് കണക്റ്റായിട്ട് നമ്മുടെ മതങ്ങളെ ചൂഷണം ചെയ്യുന്നു, മതങ്ങൾക്കെതിരെ മോശമായി ചിത്രീകരിക്കുന്നു, ഇതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ നമ്മുടെ ജനങ്ങൾ അധപതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും വലിയ സംഭവമായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരൊക്കെ പറഞ്ഞു പോയി. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. സീതാദേവിയാണ് അവിടെ നാട് ഭരിക്കുന്ന ആരാ? അപ്പോൾ അതിൽ വലിയ സംഘടന ആരാ? അവരെ പോഷക സംഘടന ആരാ? അവരൊക്കെയാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഇതിൽ മെയിൻ സംഭവിച്ച കോടതിയിൽ ഇരയായ എന്ന് വെച്ച് കഴിഞ്ഞാൽ പീഡനത്തിന് ഒരു പെൺകുട്ടിയെ വാദിക്കുന്ന ഒരു സീനിലാണ് അവിടെ പറയുന്നത്. അയാൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി വാദിക്കുന്ന സംഭവമാണിത്. അപ്പോൾ അവിടെ അത് സീതാദേവി എന്നുള്ള പേര് പറയുന്നത് കൊണ്ട് അത് നമ്മുടെ ഹിന്ദുക്കൾക്ക് അല്ല, ഹിന്ദു സംഘടനകൾക്ക് അത് വലിയതാവും. മറ്റുള്ള സംഘടനകൾക്ക് അത് പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതൊരു തുടക്കം, ഇതുപോലെയുള്ള പടങ്ങൾ ഇനിയും ആവർത്തിക്കും, ഇതുപോലത്തെ സീനുകളും കാര്യങ്ങളും ഇനിയും കൊണ്ടുവരും എന്നൊക്കെയാണ് പറയുന്നത്.
അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഓരോരോ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 996 ഘട്ടം എന്നുള്ളത് ഒറ്റ ഘട്ടമാക്കിയിട്ട് പേര് മാറ്റം എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇന്നലെ ആയിരുന്നു തോന്നുന്നു ലാസ്റ്റ്. അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കിട്ടിയിട്ടില്ല. ബി പീരാൻകുട്ടി അല്ല ജാനകി വി അല്ലെങ്കിൽ വി ജാനകി എന്നാണ് പറയുന്നത്. അപ്പോൾ നട്ടലുള്ള സുരേഷ് ഗോപിച്ചായിട്ട് ഇതിൽ ഇടപെടണം. ഇതൊരു ആദ്യത്തെ സംഭവമല്ല നമ്മുടെ കേരള പല ഭാഷകളിലും. പിന്നെ നോർത്ത് ഇന്ത്യൻ ഫിലിംസ് ബോളിവുഡിൽ നമ്മൾ പറയുന്നില്ല. വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഭയങ്കര പ്രോബ്ലംസ്, അന്ധമായ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പല പടത്തിനെ കുറിച്ച്. ഇപ്പം ഇതൊക്കെ കലിക്കുക എന്നൊരു പടത്തിലൊക്കെ പഴയ AI ഉപയോഗിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഇത് ജാനകിയാണ്, സീതാദേവി. അപ്പോൾ നമ്മുടെ രഞ്ജിമണിക്കർ പറഞ്ഞ കാര്യം ഒന്നുകൂടി എടുത്തു പറയുന്നത്, 30 കോടി ദേവതകളിൽ ഏത് പേരിടണം, സിനിമ ഇറക്കുന്ന സമയത്ത് ഏത് പേരിടണം, അത് സെൻസർ ബോർഡ് ഒന്ന് തീരുമാനിക്കണം. ഇനി അതും വേണ്ട, ഹരീഷ് വാസുദേവൻ പറഞ്ഞ പോലെ ആൺ പെൺ ദൈവങ്ങളുടെ ലിസ്റ്റ് ഇതാ, ഞാൻ ഇടുമ്പോൾ അവർക്ക് എന്ത് ക്യാരക്ടർ കൊടുക്കണം, അവർ ഇനി നമ്പറാക്കിയാൽ മതി. വളരെ മോശമാണ്. ഒരു കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇത്ര അധികം മോശപ്പെടുത്തുന്നു. ഹൈക്കോടതിയിൽ നിന്ന് വരെ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റു വന്നിട്ടും അവർ പറയുന്ന കാര്യങ്ങൾ യാതൊരു എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ വേണ്ട, പറയുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ ഒരു സത്യം, അതിൽ എന്തെങ്കിലും അർത്ഥം വേണ്ട. വെറുതെ ജാതി മതം ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ നാട് എങ്ങിട്ട് പോകുമെന്ന് അറിയാൻ പറ്റില്ല. ഇതിനെ പിടിച്ചിട്ട് ഇനി ഒരുപാട് പ്രശ്നങ്ങൾ വരും. എന്തായാലും പടം 22-ാം തീയതി റിലീസ് ഉണ്ടെന്നാണ് അറിഞ്ഞത്. അതിൻ്റെ പ്രൊമോഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പം അത് നിർത്തി വെച്ചേക്കാന്ന് തോന്നുന്നു. ഒരു പടത്തിൻ്റെ പേര് മ്യൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഇപ്പോൾ എമ്പുരാൻ എന്ന പടം നമ്മൾ കണ്ടു, അത് പിന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞിരുന്നു. പക്ഷെ രണ്ടാമത് കാണുമ്പോഴായാലും വലിയ കുഴപ്പം വന്നിട്ടില്ല. 1-2 സീനുകൾ മാത്രമല്ല. പക്ഷെ ഇതതുപോലെ അല്ലല്ലോ, ഒരു പേരാണ്, മെയിൻ ക്യാരക്ടറാണ്. അത് മ്യൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ യുഗമാണെങ്കിൽ നടക്കുന്നൊക്കെ പറഞ്ഞാൽ കഞ്ഞി കുടിക്കുന്നവന്മാർക്കൊക്കെ മനസ്സിലാക്കിക്കൂടെ. ഇവന്മാരൊക്കെ എടുത്ത് എറിയണം. സെൻസർ ബോർഡ് എന്ന് പറഞ്ഞപ്പോൾ ഇരിക്കുന്ന കുറേ പെണ്ണന്മാരുണ്ട് അട്ടലില്ലാത്ത. അതിനെ ന്യായീകരിക്കാണ്ട് ഒരു അക്ഷരം മിണ്ടാൻ നിൽക്കുന്ന നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ചേട്ടൻ, നമിച്ച് നിങ്ങളുടെ പടമാണ്. സീത എന്ന പേരിലൊക്കെ പണ്ട് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ നേരിട്ട് പോവാ, വെറുതെ കിടന്ന് ഓരോ സ്ഥലത്ത് പോയിട്ട് വെറുതെ പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നതല്ല. നിങ്ങളെന്താ പറയുക, കാശ്മീർ ബൈറ്റ്സ് കേരളത്തിൽ കൊണ്ടുവരണം, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കേരളത്തിൽ റിലീസ് ചെയ്യുമ്പോൾ എന്തുണ്ടായി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തൊക്കെയായിരുന്നു അതിനെതിരെ നിങ്ങളന്ന് രാജ്യസഭയിൽ നിങ്ങൾ എന്തൊക്കെയായിരുന്നു വലിയ വെല്ലുവിളികൾ. നട്ടെല്ലുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ച് പുറത്തു കൊണ്ട് നിങ്ങളുടെ കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി ചേട്ടാ.